ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് ഇക്കൊല്ലത്തെ. അപ്പോൾ അത് ഞാനെല്ലാം മുറിച്ചിട്ടെല്ലാം വൃത്തിയാക്കി വെച്ച് കഴുകി എല്ലാം. കുറച്ച് ചക്കക്കുരുവുണ്ട്, കുറച്ച് ചുളയും കുറച്ച് ചക്കക്കുരു. ഇത് വെച്ചിട്ടാണ് ഞാൻ എരിശ്ശേരി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, മുളക്, നല്ല ജീരകം, പെരുംജീരകമല്ല, ചെറിയ കറിക്കെടുക്കുന്ന ജീരകം. അപ്പോൾ അത് എടുത്തിട്ട് അരച്ച് റെഡിയാക്കണം. അപ്പോൾ ഞാനിത് കുക്കറിലിട്ടിട്ട് മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് വേവിക്കട്ടെ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടുവരാം. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ചക്ക വേവാനുള്ള വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ. നമ്മളെ ചക്കക്കുള്ള ഉപ്പ് അതും ഇട്ട്, ഇനി അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് വെക്കട്ടെ ഞാൻ. ഓക്കെ, ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി അതാവട്ടെ, അവിടുന്ന് വിസിൽ വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഗ്യാസെല്ലാം ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാനും നമ്മളെ ചക്കയൊക്കെ ഉണ്ടോ നോക്കണ്ടേ. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി ചേർക്കാം. നമ്മളെ ചക്ക എരിശ്ശേരി. അപ്പം ഞാൻ അതിനുള്ള തേങ്ങയെല്ലാം ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്കൊരു കറിവേപ്പിലയുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എരിശ്ശേരി നമുക്ക് നല്ലവണ്ണം ഇളക്കി ചേർത്തിട്ട് ഈ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർക്കുക. അതാണ് നമ്മളെ എരിശ്ശേരി. നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണോ വെക്കൽ? കമൻറ്റിലൂടെ പറയണേ. നിങ്ങൾ വെക്കുന്നത് എങ്ങനെയാണെന്ന്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. അപ്പം അതിന് ഞാൻ ചൂടുള്ള വെള്ളമുണ്ട് ഇവിടെ. അപ്പം ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഒഴിക്കാം. ചൂടുള്ള വെള്ളം എടുത്തൊഴിക്കാം നമുക്ക്. അപ്പം ഇങ്ങനെയാണ് ഞാൻ വെള്ളം ചേർക്കുക. ഇങ്ങനെ കറി കുറച്ചെടുത്ത് എന്നിട്ടാണ് അതിലേക്ക് വെള്ളം ഒഴിക്കുക. നേരിട്ട് വെള്ളം അങ്ങനെ ഒഴിക്കില്ല. അപ്പോൾ അതാണ് നമ്മളെ കറി വെക്കുക. അപ്പോൾ ഇത്രയും ഇതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിളക്കുമ്പോൾ ഉപ്പ് നോക്കട്ടെ. ഉപ്പെല്ലാം പാകത്തിന് ഉണ്ട്. അപ്പോൾ ഇനി വേറെ ഉപ്പൊന്നും നമുക്ക് ഇടണ്ട. ഇനി ഞാൻ ഈ ഗ്യാസ് കത്തിച്ചിട്ട് പതക്കണമല്ലോ നമുക്ക്. തേങ്ങ ചേർത്തത് സാധനം നല്ലവണ്ണം തിളച്ച് വരണ്ടേ. അപ്പം എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും കടുകുമാണ് വറുത്തിടുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ചെറിയ ഉള്ളി തീർന്നു പോയി ഗൈസ്. അപ്പോൾ ഞാൻ വലിയ ഉള്ളിയാണ് വറവിന് വേണ്ടിയിട്ട് എടുത്തിട്ട് മുറിച്ചിടുന്നത്. അപ്പോൾ ഇതാ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ഞാനിത് ചെറിയ തോതിൽ മുറിച്ചിട്ട് വറവിനെടുക്കണ്ടേ. ഇതാണ് വറവിനിടുന്നത്. അപ്പോൾ ഇതാ കറി തിളക്കുന്നുണ്ട് ഗൈസ്. കണ്ട. അപ്പോൾ ഞാനിത് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് വറവിനുള്ള പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു. ഇനി കടുക് ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തൊന്ന് അലക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ ഇങ്ങനെ ഒച്ചന്ന്, അവരലക്കുന്നതാണ്. കടുക് പൊട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ചോന്ന് വരുമ്പോൾ നമുക്ക് വാങ്ങാം. എന്നിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ ഉള്ളിയില ചോന്ന് വരുന്നുണ്ട്. കരിയാൻ പാടില്ല, ചോന്ന് വരുവേ ചെയ്യാം. നല്ല ഉള്ളി ചോന്നിട്ടുള്ള ആ മണം, ആഹാ എന്താ അതിൻ്റെ മണം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. ഞാനിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താ അപ്പം എൻ്റെ സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും കണ്ടോളൂ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. വാ, അടിപൊളി. അപ്പം ഞാൻ പാത്രത്തിലാക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിതാ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാ അപ്പം എൻ്റെ സ്വാദിഷ്ടമായ ചക്കയെരിശ്ശേരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് കമൻ്റ് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.